എന്നെ എനിക്ക് അനക്കമില്ല എന്ന് കണ്ടപ്പോൾ 3-4 പോലീസുകാർ ചേർന്ന് എന്നെ അവിടുത്തെ പോലീസ് ജീപ്പിലിട്ട് 15 കിലോമീറ്റർ അപ്പുറമുള്ള വേറൊരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഡംപ് ചെയ്തു. അപ്പോൾ ഞാൻ കണ്ണൂർ നോക്കുമ്പം കുറേ ന്യൂസ് പേപ്പർ പഴയ ന്യൂസ് പേപ്പറുകളും കുറേ വൃത്തിയില്ലാത്ത വാഷ് ബേസ് ഒരു ശുചിമുറി പോലത്തെ റൂമിനകത്ത് എന്നെ ഇട്ടേക്കുന്നതാണ് ഞാൻ കണ്ടത്. അവിടെ ഇനി നിസ്സഹായനായി ഞാൻ എവിടെയെന്ന് പോലും അറിയാതെ നിന്നൊരു അവസ്ഥയാണ്. അന്ന് എൻ്റെ പാർട്ടി പ്രവർത്തകരെല്ലാം ജില്ലയിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനും എന്നെ തിരക്കി പോയി. അങ്ങനെ ഒരു വണ്ടിത്തരം പ്രദീപ്, അവിടുത്തെ പാർലമെൻറ്റ് സെക്രട്ടറിയാണ് തിരുവല്ലത്തുള്ള, പുള്ളി നേരെ അവിടെ വന്ന് ഷജീറുണ്ടോ എന്ന് തിരക്കിയപ്പം പാറാവര ഇല്ല എന്ന് പറഞ്ഞ് ഗ്രില്ലൊക്കെ പിടിച്ചടച്ചു. അവസാനം ഞാൻ തന്നെയാണ് ഈ ശബ്ദം കേട്ട് പുറത്തുനിന്ന് ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞത്. ഞാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പാർട്ടി പ്രവർത്തകരെല്ലാം കൂടി വന്ന് പോലീസ് സ്റ്റേഷനകത്ത് കയറി എന്നെ ബലമായി എന്നെ ആശുപത്രി കൊണ്ടുപോവുകയാണ് ചെയ്തത്. അല്ലാതെ പോലീസ് വോളണ്ടറി ആയിട്ട് കൊണ്ടുപോയതല്ല. പോലീസ് ജീപ്പിലിട്ടാണ് കൊണ്ടുപോയതെങ്കിലും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. മെഡിക്കൽ കോളേജിനകത്ത് അടിയന്തരമായി അതായത് എൻ്റെ വൃക്ഷണത്തിൽ രക്തം കട്ടിപ്പിടിച്ചു, അടിയന്തരമായ ശസ്ത്രക്രിയ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ സാഹചര്യത്തിൽ അന്ന് തന്നെ ശസ്ത്രക്രിയ ചെയ്തു. 21 ദിവസം ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. ഈ സർക്കാരിൻ്റെ കീഴിലുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വിശ്വാസയോഗ്യതയുള്ള മെഡിക്കൽ കോളേജിലാണ്. ഇവരുടെ കീഴിലുള്ള ഡോക്ടർ തന്നെയാണ് എനിക്ക് ശസ്ത്രക്രിയ ചെയ്തത്. അതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും രേഖകളൊക്കെ ഉണ്ട്. ഞാൻ അന്ന് പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിക്ക് പരാതി കൊടുത്തു, DGPക്ക് പരാതി കൊടുത്തു. ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഏകദേശം 7-8 മാസം മുമ്പ് 7 വർഷത്തിന് ശേഷം മാത്രമാണ് ഒരു FIR പോലും ഇടാൻ ഈ സർക്കാർ തയ്യാറായത് എന്നുള്ളതാണ്. അതായത് ഗുരുതരമായിട്ടുള്ള എൻ്റെ ഡിസ്ചാർജ് സമ്മറി, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മുഴുവൻ ഹാജരാക്കി. തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പോലും നമുക്ക് തെളിവില്ല എന്ന് പറഞ്ഞാണല്ലോ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ അന്ന് CCTV ഇല്ലാത്തത് കൊണ്ട് ദൃസാക്ഷികളുടെ മൊഴി വെച്ചെടുക്കാൻ പറ്റില്ല എന്നായിരിക്കുമല്ലോ അവരുടെ വാദം. പക്ഷേ തെളിവുണ്ടല്ലോ, ഞാൻ എൻ്റെ വൃക്ഷണത്തിൽ ചവിട്ടിയെന്ന് ഞാൻ പറയുന്നു, അല്ലെങ്കിൽ എൻ്റെ അടിവയറ്റിൽ ചവിട്ടിയെന്ന് ഞാൻ പറയുന്നു. അതിനുശേഷം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നു. ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. അപ്പം പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി പോലും വളരെ വിചിത്രമായ വാദമാണ് മുന്നോട്ട് വെച്ചത്. ഇത് ഇവിടെ അന്വേഷിക്കാൻ കഴിയില്ല. ഡിപ്പാർട്ട്മെൻറ്റൽ എൻക്വയറിക്ക് വേണ്ടിയാണ് പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയിൽ പരാതി കൊടുത്തത്. ഡിപ്പാർട്ട്മെൻറ്റ് തല നടപടിക്ക് വേണ്ടിയാണ്. പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി പറഞ്ഞത് കോടതിയിൽ കേസുള്ളത് കൊണ്ട് ഇവിടെ കേസെടുക്കാൻ, ഇത് വേറെ അന്വേഷണമോ അല്ലെങ്കിൽ വേറെ നടപടി സ്വീകരിക്കാനോ കഴിയില്ല എന്ന് പരാതി തീർപ്പാക്കാനാണ് പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി പോലും നിന്നത്. DGPക്ക് കൊടുത്ത പരാതിയിൽ പോലും ഞാൻ പറഞ്ഞതുപോലെ 7 വർഷത്തിന് ശേഷമാണ് പരാതി എടുത്തത്. ഇനി പരാതിയിൽ പോലും എന്നെ ഒരു അടി അടിച്ചു എന്നുള്ള രീതിയിൽ വെറുതെ, അതായത് സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന വകുപ്പ് മാത്രമാണ് അതിനകത്തിട്ടത്. ഗ്രീവിയസ് ഹർട്ട് ബാധിച്ച ഒരാളാണ്, എനിക്ക് സർജറി ചെയ്ത ഒരാളാണ്. അതിനകത്ത് ഗുരുതരമായ വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുക്കേണ്ടതിൽ പകരം ദുർബലമായ വകുപ്പിലാണ് കേസെടുത്തത്. ഇനി അതിനപ്പുറം ഈ SIക്ക് രാഷ്ട്രീയ സംരക്ഷണം ഒരുക്കുകയാണ് ചെയ്തത്. ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനെ മർദ്ദിച്ചത് നടപടി എടുത്തു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഈഗോ ഹർട്ടാകുമോ അല്ലെങ്കിൽ സർക്കാരിന് എന്തെങ്കിലും അഭിമാനക്ഷതമോ ഉണ്ടാകുമോ എന്ന് പേടിച്ചിട്ടായിരിക്കും. ഇത്രയും വലിയൊരു ക്രിമിനലായ ഒരു പോലീസുകാരനെ ഇപ്പോഴും ലോ ആൻഡ് ഓർഡറിൽ തന്നെ ഇരിക്കുകയാണ്, കമ്മീഷൻ ഓഫീസിൽ ഇപ്പോഴും പണിയെടുക്കുകയാണ്. എന്നെ ഉപദ്രവിച്ച SIക്ക് ഇതിനു മുന്നേ അയാളുടെ ഹിസ്റ്ററിയൊക്കെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിരവധി ആളുകളെ ഇദ്ദേഹം ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട്. കണ്ണില്ലാതെയാണ് മർദ്ദിക്കുന്നത്. ഞാൻ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഈ 3-ാം മുറയ്ക്ക് വിധേയമായ ആളുകൾ ഈ നേമം പ്രദേശത്തും തിരുവനന്തപുരത്തെ വിവിധ പ്രദേശങ്ങളിലെ ആളുകൾ അദ്ദേഹത്തിന് 3-ാം മുറയ്ക്ക് വിധേയമായിട്ടുണ്ട്. പല പരാതികളും അദ്ദേഹം ഭീഷണിപ്പെടുത്തിയും അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ബന്ധത്തിൻ്റെ വലയത്തിലും അല്ലെങ്കിൽ പണത്തിൻ്റെയൊക്കെ സ്വാധീനത്തിൽ പല പരാതികളും ഒത്തീർപ്പാക്കി എന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ ഈ ഒരു പോലീസുകാരൻ ഈ 3-ാം മുറയുമായി മുന്നോട്ട് പോവുകയാണല്ലോ, നിങ്ങൾ ഈ കേസുമായിട്ട് ഇനി മുന്നോട്ട് പോകുമ്പോൾ പോരാട്ടം തുടരുമോ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞില്ലേ, 7 വർഷം വരെ പോരാട്ടം നടത്തിയപ്പോഴാണ് കേസെടുത്തത്. ഇപ്പോഴും അതിനു വേണ്ടി പോരാട്ടം നടത്തുകയാണ്. ഇപ്പം ഈ പറയുന്ന സുജിത്തിന് ഉണ്ടായ വിഷയം വളരെ ഗുരുതരമായിട്ടുള്ള വിഷയമാണ്. ആ വെളിച്ചത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ വലിയ പ്രതീക്ഷയാണ് തോന്നുന്നത്. ഇത്തരം ക്രിമിനലുകളായ പോലീസുകളെ സർവീസിൽ ഇരുത്താൻ പാടില്ല. അന്ന് എന്തോ ഭാഗ്യം കൊണ്ടാണ് എൻ്റെ ജീവൻ രക്ഷപ്പെട്ടത്. ഇപ്പം ഞാൻ അല്ലെങ്കിൽ മറ്റൊരാൾ ഇതുപോലുള്ള ഒരു പോലീസുകാരൻ്റെ കൈ കൊണ്ട് മരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ആ മരണം വരെ ഇതുപോലുള്ള പോലീസുകൾ, ഒരാൾ മരിക്കുന്നത് വരെ ഇതുപോലുള്ള പോലീസുകാർ സർവീസിൽ ഇരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ അപരാധമാണ്.